രണ്ടാളുകളെ കൊണ്ടുപോയി, ലേഡീസിനെ കൊണ്ടുപോയി, അവർക്ക് പോലീസ് വണ്ടിയിലിട്ടാ കൊണ്ടുപോയി. സ്റ്റാർട്ടിങ്ങില് വേറെ എന്തെങ്കിലും അത്യാഹിതം മുൻഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഇല്ല, രണ്ട് സ്ത്രീകളെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. പുക ശ്വസിച്ചിട്ടായിരിക്കില്ല? അതായിരിക്കും. അല്ല, വേറെ ഒന്നില്ല, എടുത്തു കൊണ്ടുപോയതാ, സാറുമാർ എടുത്തു കൊണ്ടുപോയത്. ഇതിന്റെ അകത്തുണ്ടായിരുന്നു? അപ്പോൾ അതിനുണ്ട്, ഞാൻ പുറത്തുണ്ടായിരുന്നു. ഇതിന്റെ പിൻഭാഗത്ത് ഇത് ഇപ്പോൾ ഗോഡൌൺ ആണുള്ളത്? ഗോഡൌൺ ആണ്. ഗോഡൌൺ ഭാഗത്താണ് തീ പിടിച്ചിരിക്കുന്നത്. പിന്നെ പാർക്കിംഗ് ഇതാണ്, ഇതിന്റെ ബാക്കിൽ പാർക്കിംഗ് ആണ്. ഇത് രണ്ടാമത്തെ തവണ അവിടെ കത്തുന്നത്. ഇതിന് മുൻപ് കത്തിയിട്ടുണ്ട് ഇവിടെ. അതായത് രണ്ടാമത്തെ തവണയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. അതായത് നേരത്തെയും ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇതിന്റെ അകത്ത് ആളുകളില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അതേസമയത്ത് ഈ തീപിടിക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് 2 പേരുണ്ടായിരുന്നു. അവിടെ അവശനിലയിൽ അവരെ പുറത്തേക്ക് കൊണ്ടുപോയെന്നും പോലീസ് വാഹനത്തിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും ഇവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും തീ ആളിപ്പടരുകയാണ്. ഉൾഭാഗത്ത് ഈ ഗോഡൌൺ അടക്കമുള്ള മേഖലയാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ ആളിപ്പടരുന്നത്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇതിന്റെ പിൻഭാഗത്തേക്കാണ്. അവിടേക്ക് തീ പടരാതെ നോക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളടക്കം ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. അതായത് പോലീസും ഫയർഫോഴ്സും ആളിക്കത്തുന്ന നിലയുണ്ട്. അതുകൊണ്ട് മുൻഭാഗത്തെ തീ അണച്ചതിന് ശേഷം മാത്രമേ അകത്തുള്ള തീ അണയ്ക്കാനുള്ള ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് താഴെ നിന്ന് വെള്ളം ചീറ്റി തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതാ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതിന്റെ അകത്തെ ഭാഗം മുഴുവനായി കത്തി നശിക്കുന്നു എന്നാണോ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അഭിലാഷ്? തീർച്ചയായിട്ടും തുണിത്തരങ്ങളായതുകൊണ്ട് തന്നെ തീപിടിച്ചു കഴിഞ്ഞാൽ അത് കെടുത്തുക വളരെ ബുദ്ധിമുട്ടിയ കാര്യമാണ്. അത്തരത്തിൽ ഉൾഭാഗത്തേക്ക് തീ അത്തിപ്പടി നമുക്ക് കാണാൻ കഴിയുന്നത്. മുകൾഭാഗത്തേക്ക് വലിയ തരത്തിൽ പുകച്ചൂരുകൾ ഉയരുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ഉൾഭാഗത്ത് വലിയ തരത്തിൽ തീപിടുത്തം ഉണ്ടായി എന്ന് തന്നെയാണ്. പുറം ഭാഗത്ത് ഫ്ലക്സ് അടക്കം ഉള്ളതുകൊണ്ട് കെട്ടിയടച്ചിരിക്കുന്ന നിലയിൽ ആണ് ഉള്ളത്. അത് മാറ്റിക്കൊണ്ടാണ് ഉള്ളിലേക്ക് ഇപ്പോൾ വെള്ളം ചീറ്റാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ 3ാമത്തെ ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ വെള്ളം ചീറ്റുന്ന ഭാഗത്തേക്ക് തന്നെ വീണ്ടും തീ ആളിപ്പടർന്ന് പുറത്തേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇതിന്റെ അകത്ത് ഇനി ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ്. ഏതായാലും ഇപ്പോൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള തുണിത്തരങ്ങളാണ്. വളരെ പെട്ടെന്ന് തീ പടരുന്ന നിലയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം 2 നിലകളുടെ മുൻഭാഗം പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അതിന്റെ അകത്തെ വശത്തേക്ക് എന്താണ് സാഹചര്യമെന്ന് അറിയില്ല. തുണിത്തരങ്ങളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവിടെയും വലിയ രീതിയിൽ തീ ആളിക്കത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ വിളിച്ചിട്ടുണ്ട്. അവരവിടേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനം തീ അണയ്ക്കുക എന്നതിനൊപ്പം തന്നെ അതിനകത്താരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക കൂടിയാണ്. അവിടെയുള്ള ചില നാട്ടുകാരുടെ പ്രതികരണങ്ങൾ അല്പസമയം മുമ്പ് പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. അതിൽ 2 പേരെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അത് പൊള്ളലേറ്റിട്ടാണോ പുകശ്വസിച്ചിട്ടാണോ എന്നത് സംബന്ധിച്ചൊന്നും ഇപ്പോഴൊരു പൂർണ്ണ വ്യക്തതയില്ല. CS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്. ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ 2 നിലകളിൽ തീപിടുത്തമുണ്ടായി. തുടക്കത്തിൽ ആദ്യ നിലയിലാണ് തീ കണ്ടതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ 2 നിലകളുടെ പിൻഭാഗത്ത്, ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ പിൻഭാഗത്ത് പൂർണ്ണമായും തീ കത്തിപ്പടരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തീ തുടക്കത്തിൽ തന്നെ ജീവനക്കാരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരാളം ജീവനക്കാരുള്ള ഒരു ടെക്സ്റ്റൈൽസ് ആണ്, വലിയ ടെക്സ്റ്റൈൽ സമുച്ചയമാണ്, നിരവധി നിലകളുള്ള ടെക്സ്റ്റൈൽസ് ആണ്. സ്വാഭാവികമായിട്ടും അവിടുന്ന് ലിഫ്റ്റിലും അതുപോലെ തന്നെ ഫയർ എക്സിറ്റിലൂടെയൊക്കെ ജീവനക്കാരെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ശ്രമം നടന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ തീ വ്യാപകമാവുകയും തുണികൾക്ക് തീ പിടിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് തീ പിടിച്ചപ്പോഴും അതിന് ഒറ്റ നില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നില പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന് നിലവിൽ 2 നിലകളിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മറ്റ് നിലകളിലേക്ക് തീ വ്യാപിച്ചിട്ടുണ്ടോ, ഉള്ളിൽ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം ഇതിൻ്റെ മറ്റ് നിലകൾ 3ഓ 4ഓ നിലകളുണ്ട്. ആ നിലകളിലെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ആ നിലകളിലേക്ക് തീ വ്യാപിച്ചിട്ടുണ്ടോ, മറ്റ് നിലകളിൽ നിന്ന് താഴെ നിലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മാറ്റിയിട്ടുണ്ടോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും കൂടുതൽ ഫയർഫോഴ്സുകൾ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും ഈ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പിൻഭാഗത്ത് നിന്ന്
നേരത്തെയൊക്കെ എങ്ങനെയാണോ തീ ആളി പടർന്നുകൊണ്ടിരുന്നത് അതേ രീതിയിലുള്ള തീ ആളി പടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഏതെങ്കിലും ഭാഗത്ത് തീ അണയ്ക്കാൻ സാധിച്ചു എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏറെ മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായൊരു ദൗത്യമായിരിക്കും ഇപ്പോൾ നടക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് ഫയർഫോഴ്സ് യൂണിറ്റുകളും ഉദ്യോഗസ്ഥരുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥർ പൂർണ്ണമായും അതിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അതിനു വേണ്ടിയുള്ള ഒരു ഫോഴ്സ് ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ടെക്സ്റ്റൈൽസിന്റെ 2 നിലകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ക്വയർ മീറ്റർ കണക്കാക്കിയാൽ വലിയ ടെക്സ്റ്റൈൽസ് ആണത്. ആ ടെക്സ്റ്റൈൽസിന്റെ 2 നിലകളിലുള്ള പൂർണ്ണമായിട്ടും അത് എനിക്ക് തോന്നുന്നു ഏറ്റവും മുകളിലുള്ള നിലയാണ് ഒന്ന് കത്തിയിട്ടുള്ളത്, അതിന് തൊട്ട് താഴെയുള്ള നിലയും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ 2 നിലകളിൽ നിന്നും വ്യാപകമായി പുക ഉയരുന്നുണ്ട്, വ്യാപകമായിട്ട് അവിടെ തീ പടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഈ ഒരു വശത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ആനിഹാൾ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡാണ്. ആ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. ആ ഭാഗത്തേക്ക് തീ പടർന്നിട്ടുണ്ടോ? ഈ ടെക്സ്റ്റൈൽസ് ഏകദേശം ഈ 2 റോഡുകളെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ടെക്സ്റ്റൈൽസിന് നിർമ്മിതി ഉള്ളത്. അപ്പോൾ ഈ 2 ഭാഗത്തേക്കും ഏതറ്റം വരെ തീ പടർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാവണം. ഏറ്റവും ആദ്യം നമുക്ക് ടെക്സ്റ്റൈൽസ് ജീവനക്കാരിൽ നിന്നും ടെക്സ്റ്റൈൽസ് മാനേജ്മെന്റിൽ നിന്നും പറയേണ്ടത് പൂർണ്ണമായും ജീവനക്കാരെ പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ തീ പടരുന്ന ഘട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റൈൽസ് ആണ്, വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ടെക്സ്റ്റൈൽസ് ആണ്. അവിടെയാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടായിട്ട് ഏതാണ്ട് 15 മിനിറ്റിൽ താഴെ സമയം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനോടകം തന്നെ വലിയ രീതിയിൽ തീ ആളിപ്പടരുന്ന നിലയുണ്ട്. തുണിത്തരങ്ങളാണ്, അതുകൊണ്ട് വളരെ വേഗത്തിൽ തീ പടർന്നു പിടിക്കുന്ന നിലയുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, അതിൻ്റെ 2 നിലകൾ ഏതാണ്ട് പൂർണ്ണമായി കത്തുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കുക, അതിനുള്ള ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെങ്കിൽ അവിടെയും ഒരു വലിയ വെല്ലുവിളി നിലനിൽക്കുന്നത് ഈ മുൻഭാഗത്തെ തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അകത്തേക്ക് കയറി തീ അണയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമല്ല. പുറത്തു നിന്ന് തന്നെ ആ കെട്ടിടത്തിന് മുകളിലേക്ക് വെള്ളം ചീറ്റിക്കൊണ്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.